പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Canon G4780 എന്ന പ്രിൻ്ററിൻ്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആദ്യം തന്നെ നിങ്ങൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് ഏതാണോ അതും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്റ്റഡ് ആയിരിക്കണം. എന്നിട്ട് മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ. ശേഷം നമ്മൾ ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം Canon സപ്പോർട്ട് ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ഇവിടെ താഴെ തന്നെ ഫസ്റ്റ് തന്നെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണുന്ന Canon ഇന്ത്യ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് സെർച്ച് ബൈ മോഡൽ നെയിം എന്നുണ്ട്. അവിടെ ജസ്റ്റ് നമ്മളെ പ്രിൻ്ററിൻ്റെ മോഡൽ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ G4780 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ താഴെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് താഴോട്ട് വരുന്നു. സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേരും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. കണ്ടില്ലേ? അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കുറേ വിൻഡോസിൻ്റെയും അതേപോലെ മാക്കിൻ്റെയൊക്കെ വെർഷൻസ് കാണാൻ സാധിക്കും. ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് പറഞ്ഞ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതായിരിക്കും നിങ്ങളെ വിൻഡോസിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ OSൻ്റെ വെർഷൻ വരുന്നത്, നിങ്ങളുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്ത OS വരുന്നത്. ജസ്റ്റ് ആ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് പറഞ്ഞത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് സെർച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്ന് റീലോഡ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഈ ഫയൽ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. ആദ്യം ഇതേപോലെ എക്സ്ട്രാക്ഷൻ ചെയ്യാനുണ്ടാവും. എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമാണ് ഇൻസ്റ്റാളർ ഓപ്പൺ ആയി വരുന്നത്. യെസ്, നമ്മൾ ഇൻസ്റ്റാളർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഏത് റെസിഡൻസ് ഏരിയ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്ന് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ കമ്പ്യൂട്ടറും പ്രിൻ്ററും തമ്മിൽ USB കേബിളായിട്ട് കണക്ട് ചെയ്തിരിക്കണം. മസ്റ്റായിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് ഇവിടെ യെസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ഇവിടെ സെർച്ച് ചെയ്താണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നതാണ്. ഞാൻ ആൾറെഡി ഈ പ്രിൻ്റർ വൈഫൈയിൽ കണക്ട് ചെയ്തതുകൊണ്ടാണ് അവിടെ കാണിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് USB സെലക്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വീഡിയോ USB വഴി ഉള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് USB സെലക്ട് ചെയ്താണ് നെക്സ്റ്റ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ മെസ്സേജ് വരും. ജസ്റ്റ് ഒന്ന് എക്സിറ്റ് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫയൽ ഏതാണോ അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് Ctrl+P അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് സാമ്പിളിന് വേണ്ടി കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ ഒരുവിധം പ്രോബ്ലം തീരുന്നതാണ്. ഫസ്റ്റ് ടൈം ആവുന്ന സമയത്ത് ഇതേപോലെ ഒരു മെസ്സേജ് വരും. അവിടെ നിങ്ങൾ സ്റ്റാർട്ട് പ്രിൻ്റ് എന്നുള്ളത് മസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.